എന്താണ് കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക് എന്താ? Past perfect, continuous and simple future. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആൻഡ് സിമ്പിൾ ഫീച്ചർ ആണ്. ഹോംവർക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്നലെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരാൾ പറയൂ, കേൾക്കുന്നില്ല. ഇന്നലെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. It has been raining yesterday. It has been raining yesterday. അവിടെ സബ്ജക്റ്റ് ഇട്ടിട്ടോ. It has been raining. Next. ഞാൻ ഒരു സംഗീതം രചിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. I have been composing a music. അതെ. I have been composing a music. Next question. ഞങ്ങൾ 3 വർഷത്തോളം ഡൽഹിയിൽ താമസിച്ചു കൊണ്ടേയിരുന്നിരുന്നു. We have been living in Bombay for the last 3 years. We have been living in Bombay for the last 3 years. Next question. അവൻ പഠിക്കും. അവൻ പഠിക്കും. അതെ. He will study. Will he study? He will not study. Won't he? Okay. Next question. ഞങ്ങൾ രാവിലെ എണീക്കും. We will get up in the morning. We will wake up പറ്റൂലേ? We will get up in the morning. We will rise up എന്ന് പറഞ്ഞാൽ പറ്റും. We will rise up വേറെ വെർബാവും മാത്രം. Wake up പറ്റൂലേ സർ? Wake up എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഉണരുന്നതാണ്. എണീക്കുന്നതാണ്. Get up ആണ് ആക്റ്റീവ് വേർഡ്. When you get up. റൈസ് എന്ന് പറയുന്നത് എന്തെങ്കിലും അടിയിൽ നിന്ന് മുകളിലേക്ക് സൂര്യൻ ഉയരുന്നു എന്ന് പറയുന്നത്. അപ്പൊ സൺ റൈസസ്. സാധാരണ നമ്മൾ എണീക്കുന്നതിനെ ഗെറ്റപ്പ് എന്ന് പറയാം. സൺ റൈസ്. സൺ ഗെറ്റപ്പ് എന്ന് പറയുമോ? ഇല്ല. സൺ റൈസ് പറയാൻ പറ്റില്ല. വേക്ക് വോക്ക്. അത് ഉണരുക എന്നാണ്. വേക്കും എണീക്കും തമ്മിൽ വ്യത്യാസമില്ലേ? എന്താ? ഉണർന്നു കഴിഞ്ഞിട്ടാണ് എണീക്കാറ്. അപ്പോ ഉണർന്നിട്ട് വീണ്ടും കിടക്കും. അപ്പൊ എണീക്കില്ല. ഓരോ സിറ്റുവേഷനും അപ്റ്റ് വെർബുകൾ ഉപയോഗിക്കണം. കഴിയുന്നതും. നെക്സ്റ്റ്. അമ്മ ചീത്ത പറയും. അവളോ? അമ്മ ചീത്ത പറയും. മദർ വിൽ Scold. Mother scold. മോം എന്ന് പറയൂല. പ്രസന്റ് ഉപയോഗിക്കാവോ? മോം എന്ന് പറയൂലേ? മോം എന്ന് പറയൂലേ? മോണോ? മോം എന്ന് പറയോ? മോം എന്നാണ് വിലപിക്കുക, മുരളുക എന്നൊക്കെയാണ് അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത്രേ ഉള്ളൂ. Okay. So in the last class we had discussed about the present continuous, present perfect tense and simple feature. അപ്പൊ നമ്മൾ ടെൻസ് പഠനത്തിന്റെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രസന്റിലെ 4, പാസ്റ്റിലെ 4, 8, മറ്റേത് 1, 9 ടെൻസ് പഠിച്ചു. എത്ര ടെൻസ് ഉണ്ട് ആകെ? മൊത്തം 12 ടെൻസസ്, 12 ടെൻസ് ഉണ്ട്. ഇനിയുള്ള 1-2 ഒരു ടെൻസും കൂടി ഉള്ളു ഇമ്പോർട്ടന്റ്. മറ്റേതൊക്കെ നമ്മൾ പഠിക്കുമ്പോ എല്ലാം പഠിക്കാന്നുള്ളൂ. ഹലോ, ആർ യു ഇൻ ദ ക്ലാസ്? Yes, sir. Yes. I think whether your mind in the class or somewhere else. I think if you are in the class, be in the class. By sitting here in the class, you can go anywhere else. But don't let your mind to fly away from you. You should try to arrest your mind here in the class for at least 1 hour.
So be in the class always. That means your mind intelligence should be here. So last simple feature. Next tense എന്താവും? Future continuous അല്ല. Future continuous. Continuous. Future continuous. Future continuous. Future continuous. Continuous. Future continuous. Future continuousല് നമുക്ക് ആദ്യം വരുന്നത് സബ്ജക്റ്റിന്. Then സബ്ജക്ട് പ്ലസ് എല്ലാ ഫീച്ചറിലും ആദ്യം വരിക വിൽ ഓർ ഷാൽ ആണ്. വിൽ ഓർ ഷാൽ പ്ലസ് ഫീച്ചർ കണ്ടിന്യൂസിന് ബി ചേർക്കും. ബി ഇവിടെ ബി ക്രിയ നേരിട്ട് ഉപയോഗിക്കും. പ്ലസ് വെർബ് പ്ലസ് ING. ഫീച്ചർ കണ്ടിന്യൂസ്. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ. പിന്നെ എല്ലാ ഫീച്ചർ ടെൻസിലും വരുന്ന ആരാ മ്യൂട്ട് ചെയ്യാത്ത ഒരാളുണ്ട്. അപ്പം നിങ്ങൾ അപശബ്ദം ഞാൻ കേൾക്കും. വീട്ടിലെ രഹസ്യമൊക്കെ ഞാൻ അറിയും. അതുകൊണ്ട് ആരാണോ മ്യൂട്ട് ചെയ്യാത്തത് മ്യൂട്ട് ആയിക്കോളും. ഇത് ചോദിക്കാനുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് ചോദിച്ചു. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING. വിൽ ഓർ ഷാൽ എങ്ങനെ ഉപയോഗിക്കാന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. ഏകവചന ബഹുവചന നോക്കിയിട്ടല്ല. ഐ, ദേ, വി, യു ഇതിന്റെ കൂടെ ഷാൽ ഉപയോഗിക്കും. പക്ഷെ അതിന്റെ കൂടെ വിൽ ഉപയോഗിക്കും. പിന്നെ ബി സാധാരണ ബി സെറ്റ് ക്രിയകൾ ഏതൊക്കെയാ മക്കളെ? ബി സാധാരണ ഉപയോഗിക്കുന്ന ഈസ്, ആറ്, ആമ്, വാസ്, വേർ. ഇത്രയും ക്രിയകളാണ് ബി സെറ്റ് ക്രിയകൾ അല്ലെ? ആണല്ലേ? ബി ക്രിയകൾ, ബി കുടുംബം ക്രിയകൾ ഏതൊക്കെയാ? ഓക്സിലറി വെർബ്, ഈസ്, ആറാം, വാസ്, വേർ. അതിൽ ഈസ്, ആറാം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു അല്ലെ? പ്രസന്റ് കണ്ടിന്യൂസില്. വാസ്, വേർ ഉപയോഗിച്ച് കഴിഞ്ഞു പാസ്റ്റ് കണ്ടിന്യൂസില്. ഇനി അതിൽ അവസാനിക്കുന്ന ബി മാത്രമേ ഉള്ളൂ. ബി. അപ്പൊ ആ ബി നേരിട്ട് ഇവിടെ ഉപയോഗിക്കും. സാർ ഭയങ്കര ലൈറ്റിംഗ് സാർ. ആ ബി നേരിട്ട് ഉപയോഗിക്കും. അപ്പൊ നമ്മള് ക്രിയ കണ്ടിന്യൂസ് ആയിരിക്കണം. അല്ല, verb will be continuous. അപ്പം ബി നേരിട്ട് ഉപയോഗിക്കും. അപ്പോ മിനിറ്റ് ഇപ്പൊ ക്ലിയർ ആണോ? Okay, sir. യെസ് സാർ, യെസ് യെസ്. ഓക്കെ ഓക്കെ. അപ്പം ബി നേരിട്ട് ഉപയോഗിക്കും. ഈ ബി ഉപയോഗിച്ച ക്രിയ ഇഞ്ചിലായിരിക്കണം. നമ്മൾ ഏറ്റവും സ്പോക്കണിലൊക്കെ ഉപയോഗിക്കുന്ന ടെൻസ് കൂടിയാണത്. അപ്പൊ കീ ആകുമ്പോ കീ എടുത്തു, വില്ല് എടുത്തു, ബി ചേർത്തു. ഹി വിൽ ബി. ഗോ ആണെങ്കിൽ ഗോയിങ്, ഗോ പ്ലസ് ING. ഹി വിൽ ബി ഗോയിങ്, അവൻ പോകുന്നുണ്ടായിരിക്കും. വിൽ ബി കമ്മിങ്, വരുന്നുണ്ടായിരിക്കും. വിൽ ബി റീഡിങ്, വായിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ വിൽ കം വരും. വിൽ ഗോ പോകും. വിൽ ബി ഗോയിങ് പോകുന്നുണ്ടായിരിക്കും. ഇവിടെ ഈ ബി ഉപയോഗിക്കുന്നത് ഈസ്, ആറാം, വാസ്, വേറിന് സമമായിട്ടാണ്. ചിലപ്പോ നിങ്ങള് എക്സാമിന് ബ്രാക്കറ്റിൽ ബി എന്ന് എഴുതിയിട്ടുണ്ടാകും. യൂസ് അപ്രോപ്രിയേറ്റ് വെർബ് ഫോം. നിങ്ങളവിടെ ചിലപ്പോ ഈ ബീയിങ്ങും ബി അങ്ങനെയൊക്കെ എഴുതി വെക്കല്ല. ബി ഫോം ഏകവചനാണെങ്കിൽ പ്രസന്റ് ആണെങ്കിൽ ഈസ്, ആറാമാണ് ഉപയോഗിക്കുന്നത്. അവിടെ കറക്റ്റ് റൈറ്റ് കറക്റ്റ് ഫോമാണ്. വാസ് വേറാണ് ഉപയോഗിക്കുന്നത്. അത് പല കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുന്നത് ഈസ്, ആറാം, വാസ് വേറിന് തുല്യമാണ് ബി. ആ ബിയുടെ ഡാറ്റ ഉപയോഗിക്കും.
അപ്പൊ he will be going, he will be reading, he will be coming. വരും. അതെ, ഇവിടെ ഇരുന്നിട്ട് വേറെ സ്ഥലത്ത് നടക്കുന്ന ഒരു അസ്യൂം വർക്ക് അല്ലെങ്കിൽ ഒരു സാങ്കല്പിക കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അവൾ ഉറങ്ങുന്നുണ്ടായിരിക്കും എന്ന് പറയണെങ്കിൽ എങ്ങനെയാ പറയുക ഫാത്തിമത്തുലെ? അവൾ ഉറങ്ങുന്നുണ്ടായിരിക്കും. He will be sleeping. Yeah, she will be sleeping. She will be sleeping. But sitting here, we are assuming or predicting something going on. എന്റെ കുട്ടി കരയുന്നുണ്ടായിരിക്കും. My child will be crying. My child will be crying. That means don't know, but we don't know, but we are assuming that child is crying. So, I am expecting, or I will be expecting. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. She will be reading. അവൾ വായിക്കുന്നുണ്ടായിരിക്കും. അവൾ വായിക്കുന്നു പറയുമ്പോൾ ഏതാവും ടെൻസ്? സിമ്പിൾ ഫീച്ചർ ആവും. She will read. അവിടെ വെർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുന്നത്. Will be reading, വായിക്കുന്നുണ്ടായിരിക്കും. Will read, വായിക്കും. Will be reading, വായിക്കുന്നുണ്ടായിരിക്കും. മനസ്സില? അപ്പോ അവൾ ജോലി ചെയ്യും. അവൾ ജോലി ചെയ്യും എന്നെങ്ങനെ പറയും ബഹിറ? അവൾ ജോലി ചെയ്യും. She will be working. അയ്യോ, അത് ജോലി ചെയ്യുന്നുണ്ടായിരിക്കുന്ന. ഞാൻ എന്റെ മലയാളത്തിലേക്ക് ചെയ്യുന്നു. അവൾ ജോലി ചെയ്യും. She will working. ജോലി ചെയ്യും. She will work. She will work. ജോലി ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് പറയുമ്പോഴാണ് will be working. ഇത് ഞാൻ അത്രയും പറയാൻ കാരണം സ്പോക്കണിൽ നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്ന ടെൻസ് ആണിത്. മദർ വിൽ കം, എന്താ അർത്ഥം? വാട്ട്സ് ദി മീനിങ്? മദർ വിൽ ബി കമ്മിങ് എന്ന് പറഞ്ഞാലോ ഡിഫറൻസ് വിൽ ബി ദർ. ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഉള്ളൂ. വിൽ കം, വിൽ ബി കമ്മിങ്, വിൽ ഗോ, വിൽ ബി ഗോയിങ്. അത് പറഞ്ഞ് നിങ്ങൾ നാവില്, കാരണം ഏറ്റവും കൂടുതൽ അതിങ്ങനെ അമ്മാനാടണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ സ്പോക്കണിലൊക്കെ. അത് വേറെ ടെൻസ് അല്ല, അത് എക്സ്പെക്ടേഷൻ. അതോ യൂസ് ഓഫ് അതർ ഓക്സിലറി വെർബ് വരുന്നല്ല. മേ ബി എന്നുള്ളത്, അത് മേ ബി ഗോയിങ് എന്നുള്ളത്, അത് അവിടെ വേറെ, അത് വേറെ യൂസേജ് ആണ്, നോട്ട് ടെൻസ്. അത് നമ്മൾ പഠിക്കും പറ്റില്ല. അപ്പം ടെൻസ് ആപ്ലിക്കേഷനിൽ will or shall plus be plus verb plus ing. വെരി ഇമ്പോർട്ടൻറ്റ് ടെൻസ് ഇൻ ദ ആപ്ലിക്കേഷൻ. നമ്മൾ ആപ്ലിക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് ടെൻസ് ആണ് ഫീച്ചറിൽ, സിമ്പിൾ ഫീച്ചറും ഫീച്ചർ കണ്ടിന്യൂസും. നിങ്ങൾക്ക് ഏത് ടെൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ആ ടെൻസ് ഇപ്പൊ ഇംഗ്ലീഷ് 12 ടെൻസ് പഠിച്ചു കഴിഞ്ഞാലും ഇനി നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ഈ പഠിച്ച 12 ടെൻസിന്റെ ഏതെങ്കിലും ഒരു രൂപത്തിലായിരിക്കും ഇംഗ്ലീഷിൽ ഒരു വാക്യം, അല്ലാണ്ട് ഒരു വാക്യം എഴുതാൻ പറ്റില്ല. മനസ്സിലായല്ലോ? ഒന്നുകിൽ സിമ്പിൾ ഫീച്ചർ ആവും, ചിലപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ആവും. അത് നിങ്ങൾ എടുത്ത് അനലൈസ് ചെയ്ത് നോക്കും. നമ്മൾ ഇനി പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് പാഠമില്ല, നിങ്ങൾക്ക് ഇതാണല്ലേ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ്. അപ്പം ഇപ്പോ ഏത് ഇംഗ്ലീഷ് സെന്റൻസ് നിങ്ങൾ എടുത്തു നോക്കിയാലും ഞങ്ങൾ സംസാരിക്കുമ്പോഴും ഒക്കെ ഏതെങ്കിലും ടെൻസ് ആവും ഉപയോഗിക്കാം. നിങ്ങൾക്ക് അതേപോലെ എല്ലാ ടെൻസും പഠിച്ച് ഇംഗ്ലീഷിന്റെ ലാംഗ്വേജ് തലത്തിലെത്തിയാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടെൻസ് ഓട്ടോമാറ്റിക് വിൽ കം ഓവർ യുവർ ടങ്, നിങ്ങളുടെ നാവിൽ വരും, അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ അനുസരിച്ച്. പിന്നെ ഇതൊക്കെ നമ്മൾ ജനിച്ചു വളരുന്ന സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട്, ഇപ്പൊ നിങ്ങളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് വേൾഡിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുതുക. നോ നീഡ് ടു സ്റ്റഡി ഗ്രാമർ. ഗ്രാമർ പഠിച്ചില്ലെങ്കിലും ഗ്രാമർ അപ്ലിക്കേഷൻ നിങ്ങളുടെ നാവിൽ വരും. അതാണ് ഇപ്പോ വീടുകളിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വീടുകളിലെ കുട്ടികൾ പെട്ടെന്ന് ഇംഗ്ലീഷ് പിക്കപ്പ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഇപ്പൊ ഈ ഇതിലാരെങ്കിലും ഗൾഫിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയും. ഗൾഫ് അതേമാതിരി പാശ്ചാത്യ മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ളവര് അവരുടെ സ്പോക്കൺ ലാംഗ്വേജ് വിൽ ബി ഇംഗ്ലീഷ്. അപ്പോ കൊച്ചു ഇംഗ്ലീഷ് ഏറ്റവും പഠിപ്പിക്കാൻ പറ്റുന്നത് ഏറ്റവും ചെറിയ കുട്ടികളിലാണ്. ഒരു കുട്ടിയെ നോക്കി നിങ്ങൾ ഇവിടെ വരൂ എന്ന് പറയാൻ പകരം കം ഹിയർ എന്ന് പറഞ്ഞു നോക്കൂ, ഓട്ടോമാറ്റിക്കലി ദാറ്റ് ചൈൽഡ് വിൽ ലേൺ ദാറ്റ് ലാംഗ്വേജ്.
അത് ഗ്രാമറൊന്നും നോക്കിയിട്ടല്ല. അതാണ് മദർ ടങ് എന്ന് പറയുന്നത്, മാതൃഭാഷ എന്ന് പറയുന്നത്. നിങ്ങളുടെ വായിൽ നിന്ന് എന്താണോ പുറത്തേക്ക് വരുന്നത്, ദാറ്റ് വിൽ ബി ഇമിറ്റേറ്റഡ് ബൈ ദാറ്റ്. പിന്നെ കുറച്ച് വളരുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഗ്രാമർ റൂളൊക്കെ വെച്ച് പഠിക്കേണ്ടി വരും. ഓക്കെ, അത് വളരെ പ്രധാനമാണ്. അപ്പൊ അതൊന്ന് എഴുതുക. ഫീച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഗിവ് ഹെഡിങ് ഫീച്ചർ കണ്ടിന്യൂസ്. വെർബ് പാറ്റേൺ എഴുതുക. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വെർബ് 1. will or shall plus subject plus will or shall plus be plus ing. Subject plus will or shall plus be plus verb plus ing. Yeah. Then right. സബ്ജക്റ്റിനോട് കൂടി വിൽ ബി അല്ലെങ്കിൽ ഷാൽ ബി ചേർത്ത്, വിൽ ബി അല്ലെങ്കിൽ ഷാൽ ബി ചേർത്ത് വെർബിന്റെ ing ഫോം ചേർക്കുന്നു. ഭാവിയിൽ ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്രിയയെ സൂചിപ്പിക്കുമ്പോഴാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതാറുണ്ടോ നോട്ട്? എഴുതാറുണ്ട്. Very good. Whether the subject is singular or plural, will be or shall be is followed by the ing form of the verb. The ing form of the verb. Will be or shall be is followed by the ing form of the verb. Full stop. Next para. This tense is applicable to express. To predict or assume something in future. സെന്റൻസ് ഒന്നുകൂടി പറയാ സാറേ. This tense is applicable to express. Predict. To predict or assume. Applicable to predict or assume. Something in future. Something or a verb in future. Something in future. Okay. Now I think you're okay. Now you write the example. പക്ഷികൾ പറക്കുന്നുണ്ടായിരിക്കും.
പക്ഷികൾ പറക്കുന്നുണ്ടായിരിക്കും. സജിമ യൂസേ. കേൾക്കുന്നില്ല, മ്യൂട്ടാണ്. ഓൺലൈൻ. A bird will be flying. മതി. ബേർഡ്സ് വിൽ ബി ഫ്ലൈങ്. ഉം. ബേർഡ്സ് വിൽ ബി ഫ്ലൈങ്. ഇതിന് ചോദ്യമൊന്നും വേണ്ട. വിൽ ബേർഡ്സ് ബി ഫ്ലൈങ്, അത് ഇല്ലാതിരുന്ന ചോദ്യമാവും വേണമെങ്കിൽ നമ്മൾ. വിൽ നോട്ട് ബി ഫ്ലൈങ്. പക്ഷികൾ പറക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. എന്റെ കുട്ടി ഉറങ്ങുന്നുണ്ടായിരിക്കും. എന്റെ കുട്ടി ഉറങ്ങുന്നുണ്ടായിരിക്കും. ഷമീന യൂസേ. എന്റെ കുട്ടി ഉറങ്ങുന്നുണ്ടായിരിക്കും. My child will sleeping. എവിടെ ബി ആർക്ക് കൊടുത്തു മോളെ? Sorry, my child will be sleeping. Sorry, sir. മൈ ചൈൽഡ് വിൽ ബി സ്ലീപ്പിംഗ്. അപ്പളെ എന്റെ കുട്ടി ഉറങ്ങുന്നുണ്ടായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ബൈ സിറ്റിംഗ് ഹിയർ, നീ ഇവിടെ ഇരുന്നുകൊണ്ട് വേറൊരു നടക്കുക, എന്റെ കുട്ടി ഇപ്പൊ ഉറങ്ങുന്നുണ്ടായിരിക്കും. അപ്പൊ മൈ ചൈൽഡ്, എന്റെ കുട്ടി ഉറങ്ങുന്നു പറയുമ്പോൾ വിൽ സ്ലീപ്പ്. യു ഹാവ് ടു നോട്ടിഫൈ ദ ഡിഫറൻസ് ഇൻ മീനിങ് simple feature and future continuous. In future continuous, that verb has been going on. Something is continually happening in future. So in that situation, we are using this verb. ഇതിന്റെ ക്വസ്റ്റ്യൻ വേർഡ് സെന്റൻസ് അങ്ങനെ എഴുതണം. എഴുതണ്ട, കാരണം അത് അപ്ലിക്കബിൾ ആയിട്ട് നമ്മൾ ചോദിക്കാറില്ല. ഉറങ്ങുന്നുണ്ടായിരിക്കുമോ അങ്ങനെ റയറായിട്ട് ഉപയോഗിക്കണല്ലോ. ഇനി വേണമെങ്കിൽ വില്ല് ഷാൽ എടുത്ത ചോദ്യമാവും. അതെ, ഒരു കോമൺ റൂള്, ഓക്സിലറി വെർബ് ആദ്യം എടുത്താൽ ചോദ്യമാവും. ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ചേർത്താൽ നെഗറ്റീവ് ആവും. ഓക്സിലറി വെർബിന്റെ കൂടെ ഇൻഡി ചേർത്താൽ ടാഗ് ആവും. അത് ഏത് ടെൻസിന് അപ്ലിക്കബിൾ ആണ്. അത് നിങ്ങൾ മുറുകെ പിടിക്കണം. ഏത് ടെൻസിലും ഒരു ഓക്സിലറി വെർബ് ഉണ്ടാവുമല്ലോ. ഒന്നൊരു ഈസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആർ ഉണ്ടാവും, അല്ലെങ്കിൽ ആം ഉണ്ടാവും, അല്ലെങ്കിൽ ഹാസ് ഉണ്ടാവും, ഹാവ് ഉണ്ടാവും, ഹാഡ് ഉണ്ടാവും, അതുണ്ടാവും. അത് ആദ്യം എടുത്താൽ ചോദ്യമാവും എപ്പോഴും. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഏത് ടെൻസിലാ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ നോക്കണം. ഞാനല്ല ആദ്യം ചോദിക്കുമ്പോൾ ആ ടെൻസിൽ തന്നെയാണ് നിങ്ങൾ മറുപടി പറയുന്നത്. ഞാൻ ഷമീലയോട് ചോദിക്കുക, ഷമീല ഈ ഇവിടെ ഉണ്ടോ? ഞാനോട് ചോദിക്കുക വിൽ യു കം വിത്ത് മീ എന്ന് ചോദിച്ചു. ബട്ട് ആൻസർ യു വില്ല്. അതേതാ ടെൻസ്? വിൽ യു കം വിത്ത് മീ. ഷമീല ഉറങ്ങാന്നാ തോന്നുന്നു. എന്താ ഷമീല ഒന്ന് ഉറങ്ങേ? Will you come with me? Give me the answer. Give me the answer. Will you come with me? No, I am not. ഞാൻ ചോദിച്ച ടെൻസിൽ you give the answer. Will you come with me? I will not. I will not come. Very good, very good. I will not come. Sorry, sir, I will not come. Why? Because you are away from me. You cannot come with me because you are somewhere in the distant place. Maybe Kannur, Kasaragod, or anywhere else. Understand? Understand? So, നിങ്ങളോട് ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഏത് ടെൻസിലാ നിങ്ങളോട് ചോദിക്കുന്ന ആ ടെൻസിലാണ് നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടത്. ഇതിൽ വിൽ ബി നോട്ട് എന്നാ വരിക. വിൽ ബി വിൽ നോട്ട് ബി, വിൽ നോട്ട് ബി, ഹി വിൽ നോട്ട് ബി, വിൽ നോട്ട് കമ്മിങ്, ഹി വിൽ നോട്ട് ബി കമ്മിങ്. ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ചേർക്കണ്ടേ? ഞാൻ പറഞ്ഞ റൂള് പിടിക്കണം. ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റിന്റെ കൂടെ നോട്ട് ചേർക്കേണ്ടത്. അതൊക്കെ ഒരു കോമൺ റൂളാണ്. അങ്ങനെ ഉണ്ടാവുള്ളൂ ഒരു വാക്ക്. Birds will be flying എന്ന് പറയുമ്പോൾ will birds be flying എന്നാണോ വരിക ക്വസ്റ്റ്യൻ? നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അങ്ങനെ ചോദ്യം ചോദിക്കില്ല. അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറയാനാണ്. നമ്മളിത് പഠിക്കുന്നത് പ്രായോഗിക ജീവിതത്തിൽ അപ്ലിക്കബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലോ അപ്പം അവിടെ ഇപ്പൊ മഴ പെയ്യുന്നുണ്ടായിരിക്കും, അവിടെ ഇപ്പൊ മഴ പെയ്യുന്നുണ്ടായിരിക്കും എന്ന് എനിക്ക് പറയണത് വിചാരിക്കാം. അപ്പോ അതെങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇരുന്നിട്ടാ പറയുന്നത്? അവിടെ ഇപ്പൊ മഴ പെയ്യുന്നുണ്ടായിരിക്കും. അപ്പോ മഴയ്ക്ക് എപ്പോഴും ഒരു ഇറ്റ് സബ്ജക്റ്റ് കൊടുക്കണം. ഇറ്റ് വിൽ ബി റെയിനിങ്. ഇറ്റ് വിൽ ബി റെയിനിങ്. അവിടെ മഴ പെയ്യുന്നില്ല എന്നെങ്കിലോ ഇറ്റ് വിൽ നോട്ട് ബി റെയിനിങ്.
there it will not be raining. ഓക്സിലറി വേർബിന് മുന്നേ കൊടുക്കണം. എന്റെ സജിമ ഞാൻ പറഞ്ഞേ, ഓക്സിലറി വെർബ് ആദ്യം എടുത്താല് ഈ സഹായക ക്രിയ എന്ന് പറയാൻ തന്നെ അതിന് കാരണം എന്താ? ഓക്സിലറി വെർബിന്റെ മകളെന്താ? സഹായക ക്രിയ. ഇവിടെ അല്ല എന്നൊക്കെ തോന്നുന്നു. ഇംഗ്ലീഷിൽ ഒരു വെർബ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അതിന് കളവ് പറയുന്നത്. ഇംഗ്ലീഷിൽ ഒരു വെർബ് എന്ന് പറഞ്ഞാൽ 2 വെർബാണ്. ഒരു മെയിൻ വെർബ് ഉണ്ടാവും, ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവും. ഒരു വെർബ് സഹായിക്കാൻ പോകും, അതുകൊണ്ടാണ് ഇതിന് ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്, ഓക്സിലറി വെർബ്. ഇവിടെ ആരാ സഹായിക്കാൻ പോണ വെർബ്? ഈസ് ആണെങ്കിൽ ഈസ്, ആറാണെങ്കിൽ ആറ്, ആമാണെങ്കിൽ ആമ്. പിന്നെ മെയിൻ വെർബ് അവിടെ കിടക്കുന്നുണ്ടാവും. മനസ്സിലായല്ലോ? അപ്പൊ അവൾ വരുന്നുണ്ടായിരിക്കും എന്നുള്ളതിന്റെ വെർബ് വരിക എന്നുള്ളതാണ്. സഹായക്രിയ എന്താ? വിൽ. അപ്പൊ ഷീ വിൽ കം. അപ്പൊ 2 വെർബ് കൂടുമ്പോഴാണ് ഇംഗ്ലീഷിൽ എപ്പോഴും ഒരു വെർബ് വരുന്നത്. In verb in English mean there will be 2 verb pattern. One, the main verb or the root verb and plus the auxiliary verb. അങ്ങനെ അല്ലാതെ ഇംഗ്ലീഷിൽ വെർബ് ഉണ്ടാവില്ല. മനസ്സിലായോ? അത് മുറുകെ പിടിക്കണം നിങ്ങള്, അപ്പോഴേ അത് ശരിയാവുള്ളൂ. ഇവിടെ നമ്മൾ വിൽ ബി, ഷാൽ ബി നമുക്ക് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അവൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. ഷംല എന്ന് പറഞ്ഞ് സ്ക്രീനിൽ പകുതി മുഖം കാണുന്നുള്ളൂ. She will be working. ഷീ വിൽ ബി വർക്കിംഗ്. എന്തിനാ തട്ടലുള്ളത്? പറഞ്ഞോ, ഷീ വിൽ ബി വർക്കിംഗ്. വിൽ ഷീ ബി വർക്കിംഗ്? ഷീ വിൽ നോട്ട് ബി വർക്കിംഗ്. നെഗറ്റീവ് ഒക്കെ വേണമെങ്കിൽ വിൽ ബി വർക്കിംഗ്. അവൻ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. അവൻ എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. ഷമീല അങ്ങനെ പറയും. ഷമീല പറഞ്ഞാൽ മതി. ഷമീല പറഞ്ഞാൽ ഷമീല പറഞ്ഞാൽ മതി. He will be waiting. He will be waiting for me. അപ്പൊ പൂർത്തിയായിരിക്കില്ലേ? He will be waiting for you എന്ന് പറയുന്നത്. For me. എനക്കായിക്കൊണ്ട് കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. എവിടെ? ബസ് സ്റ്റാൻഡിൽ. ഒരു പണിയില്ലാത്തോണ്ടേ. അപ്പം he will be waiting in the bus stop for me. So will be coming, will be reading, will be sleeping, will be എന്താ ഞങ്ങൾ ഉപയോഗിച്ചോ? അപ്പൊ ഈ ടെൻസ് വരും. അപ്പൊ ഫാത്തിമത്തുലെ, did you understand this tense? Yes, sir. Yes, sir. Then say the verb pattern. Subject. Sir, എന്നോടാണോ? What is the verb pattern of future continuous? Subject plus will or shall plus be plus verb plus ing. Yeah, very good. Which are the other B form? Which are the other B form of verb? Is, are. Is, am, are. Was, were. Is, are, was, were തുല്യമാണ് B എന്ന auxiliary verb. B എന്ന auxiliary verb. അപ്പൊ B ആണ് അതിന്റെ ഹെഡ്. അതിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടാവുന്നത്. ഡു ആണ് ഡസ് ഡിഡ് പോകുന്നത്. ഹാസ് ആണ് ഹാസ്, ഹാവ്, ഹാഡ് പോണം. അപ്പോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത് മനസ്സിലായില്ല? ഇനി വേണം എക്സാമ്പിൾ ആർക്കെങ്കിലും? വേണ്ടല്ലോ? ഒന്നുമില്ല, സിമ്പിൾ ഒന്നും. വിൽ ബി കഴിഞ്ഞ ക്രിയ ചെയ്തായിരിക്കണം. ഇത് ഞാൻ ഇനി മാറ്റി പറയേ, ഇപ്പോഴല്ല, ഡാൻസ് പോകുമ്പോ അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ വിപരീതത്തിലും വരും. അപ്പൊ അത് അങ്ങനെയല്ല, അപ്പൊ സിറ്റുവേഷൻ വേറെ ആയിരിക്കും. ഇപ്പൊ അങ്ങനെയാണ്. വിൽ ബി കഴിഞ്ഞിട്ട് ING അല്ലാതെ ഉപയോഗിക്കുന്ന സമയമുണ്ട്. അത് ഞാൻ വേറെ പഠിപ്പിക്കുമ്പോ പറയും. ഇപ്പൊ ടെൻസില് വിൽ ബി കഴിഞ്ഞാൽ ING ആയിരിക്കും. അപ്പൊ ഈ അർത്ഥം കിട്ടും എന്നുള്ളത്. എന്നാ അവള് സംസാരിക്കുന്നുണ്ടായിരിക്കും എന്നെങ്ങനെ പറയും ഫാത്തിമത്ത്? She will be speaking. വെരി ഗുഡ്. ഷീ വിൽ ബി സ്പീക്കിംഗ്. ഫാത്തിമത്ത് ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിച്ചേ? കുറച്ച്. എത്ര ക്ലാസ് വരെ? 7ാം ക്ലാസ് വരെ.
അല്ല 3 മുതൽ 5 വരെ. 3 മുതൽ 5 വരെ അല്ലേ? വേറെ ആരൊക്കെ അതിൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചത്? ഞാൻ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു. ആരാണ്? ഞാൻ പേര് പറയാം. റിഷാന. റിഷാന. ആ, റിഷാന ഇംഗ്ലീഷ് മീഡിയത്തിലാ പഠിച്ചത് അല്ലേ? ഞാൻ കുട്ടികളെ സംരക്ഷിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു ടീച്ചർ കണ്ടു. ഐ വിൽ പ്രൊട്ടക്ട് ചൈൽഡ്. സംരക്ഷിക്കുന്നുണ്ടായിരിക്കുന്ന ഞാൻ പറഞ്ഞ. ഐ വിൽ ബി പ്രൊട്ടക്ട് ചൈൽഡ്. അടിയോട്ട് കിട്ടും. ബി കഴിഞ്ഞാൽ പിന്നെ ക്രിയ എന്തിനുണ്ട്? ഏത് ഇംഗ്ലീഷ് മീഡിയത്തിലാ പഠിച്ചത്? ഐ വിൽ ബി പ്രൊട്ടക്ടിങ്. ഇതിന്റെ ഭർത്താവിന് ING വേണ്ടേ? വിൽ പ്രൊട്ടക്ട് എന്ന സിമ്പിൾ പിക്ചറായിരിക്കും. ഐ വിൽ ബി പ്രൊട്ടക്ടിങ് ചൈൽഡ്. ഞാൻ സംരക്ഷിക്കുന്ന അർത്ഥം. വിൽ ബി പ്രൊട്ടക്ടിങ്, സംരക്ഷിക്കുന്നുണ്ടായിരിക്കും. അതാണ്. അപ്പോ അവള് റൂം വൃത്തിയാക്കുന്നുണ്ടായിരിക്കും എന്ന് എങ്ങനെയാണ് ഫർഹാന പറയുക? യദലി എണീറ്റതല്ലേ, അത് പറയാം. ആർക്കും ഒരു കാര്യം തന്നെ. അവള് റൂം വൃത്തിയാക്കുന്നുണ്ടായിരിക്കും. ഞങ്ങളുടെ റൂമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതന്നെ. ഷീ വിൽ ബി ക്ലീനിങ് ദ റൂം. വിൽ ബി ക്ലീനിങ്, വിൽ ബി വാഷിംഗ്. ഞാൻ തുണി അലക്കുന്നുണ്ടായിരിക്കും. ഹാജറ എന്താ ഇങ്ങനെ ഒരു ഉസാറില്ലാതിരിക്കുന്നു? ഒന്ന് ബി ഹോർലിക്സ് ഗേൾ. ഒരു ഹോർലിക്സ് ഗേൾ ആവും. പനിക്കുന്നുണ്ട്, അതാണ് സാർ. പനിക്കുന്നുണ്ടല്ലേ? എനിക്ക് തോന്നി പുതച്ച് കിടക്കുന്നതാണ്. അപ്പൊ തന്നെ അപ്പം എന്താ പറഞ്ഞത്? അങ്ങനെയാണ്. അപ്പൊ ഈ ടെൻസ് ഓവർ. ഇനി നമുക്ക് 2 ടെൻസും കൂടി ഉള്ളൂ. അത് അപ്രധാനമായ ടെൻസ് ആണ്. പഠിക്കുമ്പോ 12 പഠിക്കാന്നുള്ളൂ. വളരെ റയറായിട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള 2 ടെൻസ് ആണ്. ഒന്ന് അടുത്തുകൂടി മോഡേൺ ആണ്, പിന്നീട് തീരെ അപ്ലിക്കബിൾ അല്ലാത്ത. അടുത്ത ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. സിമ്പിൾ ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അവിടെ എന്തായിരിക്കും വെർബ് പാറ്റേൺ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് അല്ലേ? ആദ്യം സബ്ജക്റ്റ് പ്ലസ് വില്ലോഷാൽ. എല്ലാ ഫീച്ചറിലും വേണം. എല്ലാ ഫീച്ചറിലും വില്ലോഷാൽ വേണം. അപ്പം വില്ലോഷാല് പ്ലസ് പെർഫെക്റ്റ് എന്താ ഉണ്ടാവുക? ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെ? ഇവിടെ ഹാവ് മാത്രം മതി. ഹാവ്, ഹാസ് വേണ്ട, ഹാവ്. അതാണ് ഓക്സ്ഫോർഡ് പറയുന്നത്. പണ്ട് 2 പറഞ്ഞു. ഹാവ് മാത്രം മതി. വിൽ ഹാവ് പ്ലസ് PP. ഇവിടെ പിന്നെ ക്രിയ PP വേണമല്ലോ. ഹാവ് വന്നു. ഇത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് PP ആയിരുന്നു. അതിപ്പോ ഓക്സ്ഫോർഡ് റൂള് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഏകവചനായാലും ബഹുവചനായാലും ഒക്കെ ഹാവ് ചേർത്താൽ മതി എന്നാണ് പുതിയ റൂള്. അപ്പം ഓക്സ്ഫോർഡ് ഗ്രാമർ നമ്മൾ ഫോളോ ചെയ്യുന്ന ഓക്സ്ഫോർഡ് ഗ്രാമർ പാറ്റേൺ ആണ്. അപ്പൊ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാല് വിൽ ഓർ ഷാല് പ്ലസ് ഹാസ് വേണ്ട, ഹാവ് മാത്രം മതി. അത് ഏകവചന ബഹുവചനം നോക്കണ്ടെന്നാണ്. പക്ഷെ പണ്ട് സബ്ജക്ട് ഏകവചനാണെങ്കിൽ ഹാസ് ചേർക്കണമെന്നും ബഹുവചനാണെങ്കിൽ ഹാവ് ചേർക്കണമെന്നും റൂൾ ഉണ്ടായി. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഓക്സ്ഫോർഡ് റൂൾസ് നിങ്ങൾ നോക്കിയാൽ കാണാം. സബ്ജക്ട് പ്ലസ് വെർബ് പാറ്റേൺ കാണാം. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് PP ആണ്. അപ്പൊ എന്താ? അപ്പൊ ഒന്ന് വരും, വന്നോ വരുന്നുണ്ടായിരിക്കും. അടുത്തുണ്ടാവും വന്നിട്ടുണ്ടായിരിക്കും. ഉണ്ടെന്നും കൂടി വരും. കളിച്ചിട്ടുണ്ടായിരിക്കും. എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോ ഇവിടെ ഒരു പ്രത്യേകത ഹാവ് വന്നുകൊണ്ട് ക്രിയ PP-യിലാവണമെന്നുള്ളൂ. ക്രിയ തേർഡ് ഫോമിലാവണം ഹാവ് വന്നുകൊണ്ട്. അല്ലെങ്കിൽ എല്ലാ പെർഫെക്റ്റ് ടെൻസിലും ക്രിയ എന്തിലാ ഉപയോഗിക്കാറ്? PP-യിലാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലല്ലേ ഉപയോഗിക്കാറ്? അല്ലേ റെജിമോളെ? എന്തെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും അല്ലേ?
അതേതോ എന്താണ് സൗണ്ട് ഇല്ലാത്ത അപ്പൊ എല്ലാ പെർഫെക്റ്റ് ടെൻസിലും ക്രിയ PP-യിലായിരിക്കും. അപ്പോ ഫ്യൂച്ചർ പെർഫെക്റ്റിലും ക്രിയ PP-യിലായിരിക്കും. അല്ലെ റെജിമോളെ? ആണോ? അതെ സർ. ചായ ഒന്നും കുടിച്ചില്ല എന്നെനിക്ക് തോന്നുന്നില്ലേ? കോഫി ഒന്നും കുടിച്ചില്ല കഴിഞ്ഞാൽ. അപ്പോ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് PP. Even if you go into graveyard, don't forget. The time, even if you are going to graveyard, don't forget. What is the meaning? Graveyard. കേട്ടിട്ടുണ്ടോ സാധനം? ശവകുടീരം. ആ കല്ലറയിൽ പോയാലും മറക്കരുത്. ശ്മശാനം ഗ്രേവിയാർഡ് അവസാനം കൊണ്ട് എത്തിക്കൂല. എല്ലാരും എത്തുന്നിടം കുമാരനാസന്റെ ഒരു കവിതയാണ് അല്ലെ. അപ്പൊ എല്ലാരും എത്തുന്ന ഒരു പറമ്പുണ്ടല്ലോ, അതാണ് ഗ്രേവിയാർഡ്. ശവപ്പറമ്പിലേക്ക് പോകുമ്പോ പോലെ എണീറ്റ് എന്ന് പറയണം. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് PP ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന്. അപ്പം എന്റെ ഭാര്യ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും എങ്ങനെ പറയാ ഹാജർ? ഏതായാലും നമുക്ക് പനിയല്ലേ. എന്റെ ഭാര്യ ഉറങ്ങിയിട്ടുണ്ട്. അന്ന് നീ ഭർത്താവ് ആയിക്കോട്ടെ. എന്റെ ഭർത്താവ് ഉറങ്ങിയിട്ടുണ്ടാവും. ഉറങ്ങിയിട്ടുണ്ടായിരിക്കും ഫിനിഷ്ഡ് ആക്ഷൻ ആണ്. മൈ ഹസ്ബൻഡ് അല്ലേ ഇവിടെ സബ്ജക്ട്? My husband അപ്പൊ Will have slept. ഉറങ്ങേണ്ട തേർഡ് ഫോം slept. My husband will have slept now. ഇപ്പോൾ എന്റെ ഭർത്താവ് ഉറങ്ങിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഉറക്കപ്രാന്തനാണ്, അതുകൊണ്ട് വിൽ ഹാവ് സ്ലപ്റ്റ് നൗ. എത്ര മണിക്ക്? 6 മണിയാകുമ്പോ തന്നെ ഉറങ്ങിയിട്ടുണ്ടാവും. മൈ ഹസ്ബൻഡ് വിൽ ഹാവ് സ്ലപ്റ്റ് നൗ. ഇങ്ങനത്തെ ചില സിറ്റുവേഷനിൽ മാത്രമേ ടെൻസ് ഒക്കെ ഉപയോഗിക്കുള്ളൂ. അവൾ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരിക്കും. അവൾ ഇപ്പോൾ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നത് പറഞ്ഞത്. reached the office now. Reached office now. She will have reached office now. She will have reached office now. ടൈം ക്ലോസ് നൗ ഉപയോഗിക്കുമ്പോൾ ടെൻസ് ആണ് അധികം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അവൾ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരിക്കും. Now she will have reached office. Now the bus will have come. Now the bus will have come. What is the meaning? ഇപ്പോൾ ബസ് വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അവൾ പ്രസവിച്ചിട്ടുണ്ടായിരിക്കും. No, she will be. Now she will have delivered. She will deliver. പ്രസവിക്കും. Will be delivering. പ്രസവിക്കുന്നുണ്ടായിരിക്കും. Will have delivered. പ്രസവിച്ചിട്ടുണ്ടായിരിക്കും. പ്രസവിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ ഉണ്ടെന്നും കൂടി വരും ഹാവ് വന്നുകൊണ്ട്. അത് ഫിനിഷ്ഡ് ആക്ഷൻ ആണ് ഫ്യൂച്ചറിലെ. മനസ്സിലായല്ലോ? She will have delivered now പറഞ്ഞാ പോരെ sir? She will have delivered now. She will have delivered now. Yeah. അവിടെ ശ്രദ്ധിക്കേണ്ട ഹാവ് വന്നുകൊണ്ട് ക്രിയ PP-യിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ING-ലൊക്കെ ഉപയോഗിക്കണം നിങ്ങൾക്ക് തോന്നും. പക്ഷെ വേണ്ടാത്ത നിങ്ങൾക്ക് വേഗം തോന്നുമല്ലോ. അപ്പൊ അതുകൊണ്ട് ING ഒന്നും ഉപയോഗിക്കരുത്. റൂൾ ഈസ് ദ. അപ്പൊ അതൊന്നും എഴുതി ഹെഡിങ് എഴുതിയോ? ഇനി വെർബാറ്റിനെ എഴുതിക്കോ. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് PP. അതിന്റെ നോട്ടൊന്നും വേണ്ടല്ലോ അല്ലേ? അറിയില്ലേ? വെർബാറ്റം കയ്യിലുണ്ടായ പോരെ? എക്സാമ്പിൾ മതി സർ. എക്സാമ്പിൾ മതി. അതിന്റെ നോട്ടിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞു ഒന്നാമതാണ് ഇവിടെ എക്സാമ്പിള്. കാരണം
അവൻ ജോലിയിൽ ചേർന്നിട്ടുണ്ടായിരിക്കും. അവൻ ജോലിയിൽ ഏതാണ്ട് മലയാളാണ്. അവൻ ജോലിയിൽ ചേർന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ അസ്യൂം ചെയ്യാണ്. He will have joined joined plus Joint work. he will have joined work now. No. Work. He will have joined work. No. നൗ എന്നാണ് ഇപ്പോൾ എപ്പോഴും ഈ ടെൻസ് ഒരു നൗവിലാണ് പറഞ്ഞാൽ ഇല്ലെങ്കിലും വരിക. മനസ്സിലായല്ലോ? അതായത് അപ്പൊ പ്രത്യേകം ചേർക്കേണ്ടിയില്ല എന്ന് പറഞ്ഞേ. വേണം. നൗ ചിലപ്പോ അണ്ടർസ്റ്റുഡ് ആവും. നമ്മൾ പറഞ്ഞാൽ അവളിപ്പോ വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവൾ വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞ അർത്ഥം അവളിപ്പോൾ നടക്കണം. ഇപ്പോൾ ഒന്നുണ്ടാവും. അപ്പൊ അവിടെ നൗ എപ്പോഴും ഉണ്ടായിക്കണമെന്നില്ല. പക്ഷെ അവിടെ അണ്ടർസ്റ്റുഡ് ആണ് നൗ. അല്ല സർ, he will have ചേർക്കൂലേ? joined. He will have joined. joined. Okay. Will have joined. Okay. സർ, ഷാല് ചേർക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടോ എവിടെയെങ്കിലും? ഞാൻ ആദ്യേ പറഞ്ഞില്ലേ, യു ഇതിന്റെ കൂടെ ഷാല് ചേർക്കാം. പക്ഷെ ഈ ടെൻസിൽ അധികവും വിൽ തന്നെയാണ് എല്ലാ സിറ്റുവേഷനിലും ഉപയോഗിക്കുക. ഇനി ഈ ഷാലണക്ക് ചേർക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ ചേർത്തോ, കുഴപ്പമില്ല. ആരും പറയൊന്നുമില്ല. അങ്ങനെ ആരെയും പറയുകയാണെങ്കിൽ റെഫർ ടു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ മതി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ റെഫർ ചെയ്യാൻ പറഞ്ഞാൽ മതി. അവിടെ സ്പെസിഫിക് റൂൾ ഉണ്ട് വ്യക്തമായിട്ട്. കാരണം ഞാൻ വ്യക്തമായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഗ്രാമർ പാറ്റേൺ പഠിച്ചു പോകുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് എവിടെയൊക്കെ വ്യത്യാസം ഉണ്ടോ അവിടെയൊക്കെ ഞാൻ പറഞ്ഞു തരും. ഇതന്നെ പണ്ട് പഠിപ്പിച്ചിരുന്നു. ഞാൻ തന്നെ പറഞ്ഞില്ലേ, ഞങ്ങളെ കുട്ടികളാകുമ്പോൾ പഠിപ്പിച്ചിരുന്നത് അവിടെ ഏകോചന ബഹുവചന നോക്കണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ആ റൂൾ ഇപ്പൊ ഇല്ല. ഏകോചനായാലും ബഹുവചനായാലും ഒക്കെ ഹാവ് ചേർത്താൽ മതി എന്നാണ്. ഈ ഒരു ടെൻസിൽ മാത്രം ഉണ്ടാവും. ഈ ഒരു ടെൻസിൽ പ്രസന്റിലോ പാസ്റ്റിലോ ഇല്ല റൂള്. അത് ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ചിലപ്പോ ഗ്രാമർ റൂളിന് കാലാനുസൃതമായ മാറ്റമൊക്കെ ചിലപ്പോൾ വരുത്തും, അമെന്റ്മെന്റ്സുകൾ. നമ്മൾ പിന്നെ അതാണ്. പിന്നെ നമ്മളിപ്പോ ഈ കോമ്പറ്റീവ് എക്സാമ്പിളൊക്കെ അത് നിങ്ങൾക്ക് അറിയുമെന്ന് ടെസ്റ്റ് ചെയ്യാൻ വരെ ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, അടുത്ത്. എന്റെ അച്ഛൻ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരിക്കും. എന്റെ അച്ഛൻ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരിക്കും. My father will have Reached at office. My father will have reached office. My father will have reached office. Will have reached office. അവൾ ഒരു പുതിയ സാരി വാങ്ങിയിട്ടുണ്ടായിരിക്കും. അവൾ ഒരു പുതിയ സാരി വാങ്ങിയിട്ടുണ്ടായിരിക്കും. He will have buy a new saree. ഹുസനത്ത്, a sadness could see on your face. മുഖത്ത് എന്തോ ഒരു ദുഃഖം കാണുന്നുണ്ടല്ലോ, എന്താ അത്? എന്താ ഹുസനത്തെ? Nothing. Oh, then say the answer.
She will have bought a new saree. വെരി ഗുഡ്. ഷീ വിൽ ഹാവ് ബോട്ട് എ ന്യൂ സാരി. ഒരു പുതിയ സാരി വാങ്ങിയിട്ട് അവിടെ ബൈന്റെ PP ഉപയോഗിക്കണം കേട്ടോ. വിൽ ഹാവ് ബോട്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഗ്രാമർ പഠിക്കുമ്പോ ഏറ്റവും പ്രധാനം വെർബും വെർബിന്റെ 3 ഫോമാന്ന് മനസ്സിലായില്ലേ? വെർബ് ആൻഡ് ഇറ്റ്സ് 3 ഫോം. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അമ്മാന മോഡലാണ് ഗ്രാമർ എല്ലാം, ഇംഗ്ലീഷ് സംഭാഷണം ഒക്കെ. ഇനി ഈ റൂള് തെറ്റിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കില്ല ആരും, ഇംഗ്ലീഷ് അറിയുന്നവര്. ഇപ്പൊ ഞാൻ ഈ പഠിപ്പിക്കുന്ന റൂള് തെറ്റിച്ചിട്ട് നിങ്ങൾക്ക് ബൈ ഒരു സെന്റൻസും ഒരു ബുക്കിലും കാണില്ല. മനസ്സിലായല്ലോ? ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഈ വെർബ് പാറ്റേണിലൊക്കെ ഒരു വാക്യം കാണുമ്പോൾ നിങ്ങൾ ഓർക്കണോ ഇത് ഇന്ന ടെൻസ് ആണ്. ചിലപ്പോ ഒരു ടെൻസിന്റെ നെഗറ്റീവ് ആയിരിക്കാം, ചിലപ്പോ ഒരു ടെൻസിന്റെ ക്വസ്റ്റ്യൻ ഫോം ആയിരിക്കാം, ചിലപ്പോ ടാഗ് ഫോം ആയിരിക്കാം. പക്ഷെ എന്തായാലും അതൊരു ടെൻസിൽ അധിഷ്ഠിതമായിരിക്കും. അപ്പൊ ഒരു വാക്യം കിട്ടുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യണം. ഈ പഠിച്ചത് വെറുതെ നമ്മൾ കാണാപ്പുറം പഠിക്കല്ല. ബിക്കോസ് യു ആർ ആൾ ഗോയിങ് ടു ബിക്കം ടീച്ചേഴ്സ്. എല്ലാവരും ടീച്ചേഴ്സ് ആണ്. ടീച്ചേഴ്സിനാണ് ഈ ക്ലാസ് തരുന്നത്, സ്റ്റുഡൻസിനെ അല്ല. അപ്പൊ ആ റിസോഴ്സ്ഫുൾനെസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞു തരുന്നത്. സ്റ്റുഡൻസിനാണ് ഇങ്ങനെ നല്ല എടുക്കുക, 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ് പോയിണ്ടാവും. അപ്പോ അത് ശ്രദ്ധിക്കുക. ഇനി വേണോ എക്സാമ്പിള്? വേണോ? വൺ മോർ. ഒന്നും കൂടിയാണോ? Yes, sir. Yes, sir. സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല അല്ലേ? ഓക്കെ. അവർ ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും. അവർ ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും. അവർ Yes, sir. then say They will show. They will have Surely have. ഞാൻ അടി തരുട്ടോ. They will have seen us. There we will have Found They us. will have seen us. will have Seen us. Seen We us. have seen us. സീ സോ സീൻ ആണ്. തേർഡ് ഫോം സീൻ അല്ലേ? ആരാ അതിന്റെ ഇടയ്ക്ക് സോ എന്ന് വെച്ചത്? Seen അല്ലേ? They will have seen us. Seen us. Seen us. Us ഞങ്ങളെ US. They will have seen. Why we use seen? Because see is the third form of see. See, saw, seen. Seen. Come, came, Came, come. come. Go, then gone. ഏത് വെർബിന്റെ 3 ഫോമും ഏത് അർദ്ധരാത്രിക്ക് നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ ഇവിടെ പറഞ്ഞു. അത് പഠിക്കാൻ എന്തേ ഷോർട്ട് ഉണ്ടോ? ഷോർട്ടാണ് ഈ പറഞ്ഞത്. പഠിക്കുക പെട്ടെന്ന് അത് വേർബിന്റെ 3ാമത്തെ രൂപം വരെയൊക്കെ പിന്നെ ഒപ്പിക്കാം. V3 ആവുമ്പോ മാറിപ്പോ. അതൊക്കെ യു പി സ്കൂളിലും ഹൈസ്കൂളിലും പഠിപ്പിച്ച ടീച്ചർമാരെ മണ്ടയ്ക്ക് പോയി അടിക്കും. ഒരു പഠിപ്പിച്ചു തരണ്ടാണ് വെർബിന്റെ 3 ബാക്കിയൊക്കെ കിട്ടും. ആ PP വരുമ്പോഴാണ് കൺഫ്യൂസ്ഡ് ആവുക. അതിന് ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നിട്ടാണ് അന്ന് പഠിക്കേണ്ടായിരുന്നു വെർബിന്റെ 3 ഫോമൊക്കെ. ഇത് 8ാം ക്ലാസ് തൊട്ടുണ്ട് അവരെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് നോക്കുകൊണ്ടു. പക്ഷെ അവരിപ്പോഴും കണ്ടിട്ടുണ്ടാവില്ല. അവർ നിങ്ങളെ മാതിരി കുറെ കഴിഞ്ഞിട്ടേ കാണുള്ളൂ. ആരെങ്കിലും യോഗ കിട്ടുകയാണെങ്കിൽ. ക്ലാസ്സിന് ഫ്ലുവന്റ് ആയ ആരുമില്ല സർ. ആയിട്ടുള്ള ആരുമില്ല സർ. വേറൊരു കുഴപ്പമുണ്ട് കുട്ടാ. എന്താണെന്നറിയോ? ഈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മീൻ ദേ ആർ നോട്ട് ടീച്ചേഴ്സ്. ഹു ഈസ് ദ ടീച്ചർ? ഐ ടോൾഡ് യു എ ടീച്ചർ ഷുഡ് ബി റിസോഴ്സ്ഫുൾ, ഫെയ്ത്ത്ഫുൾ ഒക്കെ പറഞ്ഞു തന്നില്ലേ? സാറ് പറഞ്ഞില്ലേ
സ്റ്റുഡന്റ് ആണ് ഇങ്ങനെ പറയൂല വ്യക്താക്കിയിട്ട് പറഞ്ഞങ്ങോട്ട് പോവാന്ന് അതേപോലെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും അതാണ് അന്ന് സ്റ്റുഡന്റ് ആയ ടൈമിലേ. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കുറച്ചൊക്കെ അങ്ങനെ ആവാനുള്ള കാരണം ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ, അതൊരു കാര്യം. അപ്പൊ കാരണം അത് ടീച്ചേഴ്സ് ഇപ്പൊ റിസോഴ്സ്ഫുൾ അല്ല, അത് ഞാൻ തുറന്നു പറയുന്നത്. രണ്ട് എഡ്യൂക്കേഷൻ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് എഡ്യൂക്കേഷൻ ഉണ്ട്, ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷൻ ഉണ്ട്. എന്താ ഗുണാത്മക വിദ്യാഭ്യാസം, ഗണാത്മക വിദ്യാഭ്യാസം. ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് ഗുണാത്മക വിദ്യാഭ്യാസം ആയിരുന്നു, പഠിക്കുന്നതിന് ഗുണം. ഇന്ന് SLC റിസൾട്ട് എത്രയാ? 99 സംതിങ് അല്ലേ? ഞങ്ങളൊക്കെ പഠിക്കുമ്പോ SLC റിസൾട്ട് എത്രയാ? 18 പോയിന്റ്, 17 പോയിന്റ്. 100 കുട്ടികൾ പരീക്ഷ എഴുതിയ 18 കുട്ടികളാണ് പാസ്സാവുന്നത്. അത് ക്വാളിറ്റി നോക്കിയിട്ടേ പാസ്സാക്കൂ. ഇന്ന് അങ്ങനെയല്ലല്ലോ, എണ്ണത്തിലുണ്ട്, വണ്ണത്തിലില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ ഓൾ പ്രൊമോഷൻ കൊടുക്കുന്ന അവരെ പറഞ്ഞു. ആരാ പ്രൊമോഷൻ കൊടുക്കുന്ന? ടീച്ചേഴ്സിനെ വല്ല പിടുത്തമുണ്ടോ? ഇല്ല. ഞാൻ ടീച്ചർമാർക്ക് ക്ലാസ് കൊടുക്കാൻ പോകണമെന്ന്, ഞാൻ ടീച്ചർമാർക്ക് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് ഒരു ദിവസം. അപ്പൊ ആ ടീച്ചർമാരനെ പറയും, ഇങ്ങനെയൊക്കെ ക്ലാസ് എടുക്കാൻ ഞങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങളെ കുട്ടികളൊക്കെ എന്നോ നന്നാവുമായിരുന്നു. ഒരു മാനേജ്മെന്റ് സ്കൂളിൽ പോയപ്പോ പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞു വെച്ചാല്, കാരണം ടീച്ചേഴ്സ് ആർ നോട്ട് റിസോഴ്സ്ഫുൾ. അവരെ സംബന്ധിച്ചോളം nowadays it is very easy to get certificate. No, they have B.Ed, they have TTC, B.Ed, M.Ed and LLed and qualification there in the certificate. But in the practice purpose, they are zero. I may have say, if they are sending to even 8th standard to take English, they don't know how to take class. This is the situation. 8ാം ക്ലാസ്സിലേക്ക് വിട്ടാൽ പോലും ക്ലാസ് എങ്ങനെ എടുക്കാന്ന് they don't know. കാരണം അവര് വല്ല ലേബർ ഇന്ത്യയിലോ മറ്റേ ഇന്ത്യയിലോ എന്താ പറയുക, കുറെ സാധനം കിട്ടാണ്ടല്ലോ, അതിലൊക്കെ നോക്കി നാളെ പഠിക്കാനുള്ളത് വൈകാട്ടൊക്കെ ചെയ്ത് പോയിട്ട് അങ്ങനെ പോയിട്ട് പഠിപ്പിക്കും. ശമ്പളം കിട്ടുമല്ലോ, നല്ല പൈസ അല്ലേ ടീച്ചർ ആയാലും. അപ്പോ അവർക്ക് ആകെ ഓർമ്മ വെയിറ്റിംഗ് ഫോർ 30-ാം തീയതി ആണല്ലോ ഓർമ്മ ഉണ്ടാവും. അതിന് എന്നാ 30-ാം തീയതി ആവുക, എന്നാ 30-ാം തീയതി ആവുക എന്നാ വെയിറ്റ് ചെയ്യുന്നത്. എന്തിനാ? ടു ഗെറ്റ് സാലറി. എല്ലാരും അങ്ങനെ തന്നെയല്ലേ സാർ? എല്ലാ മേഖലയിലും അങ്ങനെ തന്നെ, ടീച്ചിങ് മാത്രല്ല. ഈ പറയുന്ന ഈ ടീച്ചേഴ്സ് സാറെ യു ക്യാൻ എക്സ്പെക്ട് 30th of every month, ബട്ട് നിങ്ങൾ 30-ാം തീയതി വെയിറ്റ് ചെയ്തോളൂ. 30-ാം തീയതി വരെയുള്ള പണി എടുക്കുന്നത് ഓക്കെ ആണെങ്കിൽ. അപ്പോ ഇപ്പൊ ഞാനൊക്കെ വ്യക്തമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ എല്ലാം, എനിക്ക് ഒരുപാട് അക്കാഡമി, ഒരുപാട് ക്ലാസ് ഉണ്ട്. ഇപ്പൊ NS അക്കാഡമിയിൽ തന്നെ +2 എന്തൊക്കെയാ പറയാ, കുറെ ക്ലാസ്. അപ്പൊ അങ്ങനത്തെ എത്രയോ അക്കാഡമി ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എടുക്കും അതിന് കറക്റ്റ് ആയിട്ട് എന്റെ അവർ റേറ്റ് ഞാൻ പറയുന്നതാണ് മിസ്സി. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിനെ ഞാനിപ്പോ ഈ ക്ലാസ്സിൽ കയറിയ 1 മിനിറ്റ് ഞാൻ ലാഗാക്കുന്ന വേറെ ഔട്ട്സൈഡ് വിഷയങ്ങൾ പറയുക, അങ്ങനത്തെ ഒന്നും ക്ലാസ് എടുക്കാൻ പല രീതി ഉണ്ടെന്നേ. വിഷയാത്മകമല്ലാതെയും ക്ലാസ് എടുക്കാം. അപ്പോ ഒരു സ്റ്റുഡന്റ് അത് നോട്ടിഫൈ ചെയ്യും. 1 അവർ ക്ലാസ് ഇരുന്നിട്ടേ നാട്ടുവർത്താനം പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ക്ലാസ് കൊണ്ടുപോകാം. പക്ഷെ ആ സബ്ജക്റ്റിന് വാരിയേഷൻ പോകും. പക്ഷെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു പിണ്ണാക്ക് എഴുതാൻ കിട്ടില്ല. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പൊ ലാസ്റ്റ് വെർജ് ഓഫ് ടൈം, ഞാൻ ടൈം കഴിഞ്ഞ് 5 മിനിറ്റ് അപ്പുറത്തേക്ക് അല്ലാണ്ട് ഇപ്പുറത്തേക്ക് അല്ല, കറക്റ്റ് ടൈമിൽ ഞാൻ ക്ലാസ് കയറും. നോക്കിണ്ടോ? കൃത്യ ടൈമിൽ ഞാൻ ക്ലാസ്, എത്ര ക്ലാസ് ഉണ്ടെങ്കിലും. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് അവർ റേറ്റ് പറഞ്ഞു വാക്കുന്നത്. 1 മണിക്കൂർ ക്ലാസ് എടുത്താൽ ആ റേറ്റ് നമ്മൾ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഐ വോണ്ട് ടു ജോയിൻ ദ ക്ലാസ്, യുനോ. അപ്പോ അങ്ങനെ നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാം. ബട്ട് യു ഷുഡ് ബി റിസോഴ്സ്ഫുൾ. വിറക് കീറാൻ പോവുകയാണെങ്കിൽ വിറക് കീറുന്ന എങ്ങനെ, മഴു എങ്ങനെ മുറിച്ചു കൂട്ടാന്നൊക്കെ പഠിച്ചു വെക്കണം. അല്ലാണ്ട് ചെന്നിട്ട് കാര്യമില്ല. അവർക്ക് ഡിമാൻഡും ഉണ്ടാവും. അപ്പൊ നമ്മളൊന്നും ക്ലാസ് തേടി അങ്ങോട്ട് പോകാറില്ല ഒരിക്കലും, സമയത്ത് പ്രശ്നം. അപ്പം അതൊക്കെയാണ് അവിടെ നമ്മളെ വിഷയം. അപ്പൊ എന്താ കൂടെ പറഞ്ഞത്? പ്രസന്റ് പെർഫെക്റ്റ്. ഇനി ലാസ്റ്റ് ഒരു ടെൻസ് കൂടി ഉണ്ട്, തീരെ ഉപയോഗിക്കാത്തതാണ്. പഠിക്കുമ്പോ 12ാമത്തെ ടെൻസ് പഠിക്കുകയാണ്. അത് പറഞ്ഞു പോരേണ്ട എക്സാമ്പിൾ മാത്രമായി. സബ്ജക്ട് ലാസ്റ്റ് ഏതായിരിക്കും അത്? ഫീച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. വല്ല ഇന്ത്യൻ എക്സ്പ്രസിലോ ഹിന്ദുസിലോ എവിടെയെങ്കിലുമൊക്കെ കാണും ഒരു സെന്റൻസ് ആ രൂപത്തിൽ എപ്പോഴെങ്കിലും, എഡിറ്റോറിയലൊക്കെ അത് വരുന്നത്. വെർബ് പാറ്റേൺ എഴുതിക്കോ. സബ്ജക്ട് പ്ലസ് ഫീച്ചറിലെല്ലാം വരില്ലേ? എന്താ വരിക? വിൽ ഓർ ഷാല് ഫീച്ചറിന് അല്ലെ? സബ്ജക്ട് പ്ലസ്
will or shall plus പെർഫെക്റ്റിന് എന്ത് വരും? ഫാത്തിമത്തുല്ലേ, പെർഫെക്റ്റിന് have അല്ലേ? വരും. അപ്പൊ സബ്ജക്ട് പ്ലസ്, ഇത് സാധാരണ കുട്ടികൾ ഇങ്ങോട്ട് പറയാനല്ല, ലാസ്റ്റ് വെരി ലെന്തി ടെൻസാ. സബ്ജക്ട് പ്ലസ് ഫീച്ചറിന് എന്ത് വരും? will അല്ലെങ്കിൽ shall. പെർഫെക്റ്റ് എന്ത് വരും? have. പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ എപ്പോഴും ചേർക്കുന്ന ഒരു വേർഡ് ഉണ്ട്, എന്താ? ബീൻ. ബീൻ അല്ല ബീൻ. എല്ലാ പെർഫെക്റ്റ് കണ്ടിന്യൂസിലും. അപ്പോ സബ്ജക്ട് പ്ലസ് will or shall പ്ലസ് have പ്ലസ് ബീൻ ആണ്. ബീൻ. ബീൻ വന്ന ക്രിയ എന്തിലാവണം? ബീൻ വന്ന ക്രിയ എഞ്ചിൽ വേണ്ട. അപ്പൊ ബീൻ പ്ലസ് വർ പ്ലസ് ഐ ജി. അപ്പൊ എങ്ങനെ വരും? അതാണ് 12ാമത്തെ ടെൻസ്. ഒന്നുകൂടി പറയാം, സബ്ജക്ട് പ്ലസ് will or shall have been verb plus ing. have plus been അല്ലേ? have plus been. അപ്പോ എക്സാമ്പിള്, she will have been sleeping. ഞാൻ പറയാൻ മനസ്സിലാക്കും. she will have been sleeping is an example for future perfect continuous. she will have been sleeping. അവൾ ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കുന്നതാണ്. അങ്ങനെയൊക്കെ നമ്മൾ മലയാളം തീരെ റെയർ ആയിട്ട് ഉപയോഗിക്കുള്ളൂ. അപ്പോ ഷീ പഠിക്കുമ്പോ 12 ടെൻസ് പഠിക്കാന്ന്. ഷീ വിൽ ഹാവ് ബീൻ സ്ലീപ്പിംഗ് എന്നുകൊണ്ട് എക്സാമ്പിൾ എഴുതിയാൽ മതി. അപ്പൊ അർത്ഥം വേണ്ടുന്ന രീതിക്ക് അവൾ ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. കാറ്റടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ വരും, കാറ്റടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. wind will have been blowing. wind will have been blowing. wind will have been blowing. അവൾ പാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. She will have been singing. ഇവിടെ ക്രിയ ഇഞ്ചിൽ വരുന്നു. എന്താ കാരണം? എന്താ ക്രിയ ഇഞ്ചി വരാൻ കാരണം? തൊട്ടപ്പുറത്ത് ബീൻ ഉണ്ടായതുകൊണ്ട്. അല്ലെങ്കിൽ എല്ലാ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ബീൻ വരും. വിൽ ഹാവ് ബീൻ സ്ലീപ്പിംഗ്, വിൽ ഹാവ് ബീൻ റീഡിങ്. ഇത് എവിടെയെങ്കിലൊക്കെ ഒരു വാക്യം ചിലപ്പോൾ നിങ്ങൾ വല്ല ടെക്സ്റ്റ് ഒക്കെ വായിക്കുമ്പോ കാണും. അത് മിക്കവാറും ഈ ഹിന്ദു പത്രമൊക്കെ വായിക്കുന്നവരുണ്ടെങ്കിൽ, എക്സ്പ്രസ് ഒക്കെ വായിക്കുമ്പോൾ അവരൊക്കെ ഈ കോംപ്ലിക്കേറ്റഡ് ടെൻസ് ഒക്കെ അപ്ലൈ ചെയ്യുള്ളൂ. മനസ്സിലായല്ലോ? അപ്പം ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വെരി റയർലി ഇറ്റ് ഈസ് യൂസിങ്. വളരെ ദുർലഭമായിട്ട് ഉപയോഗിക്കുള്ളൂ. ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് അത് പരീക്ഷയെ സംബന്ധിച്ചോളം പ്രാധാന്യമൊന്നുമില്ല. പരീക്ഷയ്ക്ക് ചോദ്യം ഒന്നും വരില്ല. മനസ്സിലായല്ലോ? പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ടെൻസിന്റെയും ആദ്യത്തെ 3 ശരിക്കും പഠിച്ചോളുക. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്. അതാണ് എല്ലാ ടെൻസിനും അപ്ലിക്കബിൾ വരുന്നത്. Now my dears, now we have completed the tense study. അപ്പൊ നമ്മൾ ഇന്നത്തോടെ ടെൻസ് സ്റ്റഡി തീർന്നു. എത്ര ടെൻസ് പഠിച്ചു ഇപ്പോ? 12 ടെൻസ്. ഇനിയിപ്പോ വല്ല ഇന്റർവ്യൂക്കും നിങ്ങൾക്ക് ടെൻസ് അറിയോ എന്ന് ചോദിച്ചാൽ യു സേ യെസ് ഐ നോ എന്ന് പറയണം. അപ്പൊ എത്ര ടെൻസ് ഉണ്ട്? ബേസിക്കലി there are 3 ടെൻസ്. പ്രസന്റ്, പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. സബ്ഡിവൈഡ് ഇൻടു 4 ഈച്ച്. ഓരോന്നും 4 ആയി തിരിച്ചിരിക്കുന്നു. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ ഓരോ വെർബ് പാറ്റേണും ഞാൻ പറയാൻ പോവാണ്. ടെസ്റ്റ് അവിടെ നോക്കി എന്റെ നോക്കുക. ഞാൻ ആദ്യം പ്രസന്റിന് ആണ് പഠിച്ചത്, അതുകൊണ്ട് പറയുന്നു. പ്രസന്റിന് എടുക്കുകയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് വെർബ് പ്ലസ് ഡു ഓർ ഡസ്. പ്രസന്റ് കണ്ടിന്യൂസ് ഈസ് ഓർ ആർ ആം പ്ലസ് വെർബ് പ്ലസ് ing. പ്രസന്റ് പെർഫെക്റ്റ് ഹാസ് ഓർ ഹാവ് പ്ലസ് pp. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. സിമ്പിൾ പാസ്റ്റ് വെർബ് പ്ലസ് did. പാസ്റ്റ് കണ്ടിന്യൂസ് was or were plus ing. പാസ്റ്റ് പെർഫെക്റ്റ് had പ്ലസ് pp. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് had been plus verb plus ing. സിമ്പിൾ ഫീച്ചർ will or shall plus verb 1. ഫീച്ചർ കണ്ടിന്യൂസ് will or shall plus be plus verb plus ing. Feature perfect subject plus will or shall plus have plus pp. Have plus pp. And the last tense subject plus will or shall plus have plus be plus verb plus ing. So that is over. 12 ടെൻസും പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ എപ്പോ എവിടെ ആര് ചോദിച്ചാലും ഇതെല്ലാം നമുക്ക് ഓർമ്മ വേണം. ഇനി ഇതിൽ നിന്നിട്ടാണ് ബാക്കി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കുക. അപ്പൊ ഈ ടെൻസ് നിങ്ങൾ ഒരിക്കലും ഒന്ന് പഠിക്കുമ്പോൾ ഒന്നും മറക്കരുത്. ഇത് വീണ്ടും ഒരിക്കലും കൂടി ആവർത്തനം വരും. നമ്മൾ അപ്പോ ഒന്നും കൂടി മറക്കണവർ ഒന്നും കൂടി ശ്രദ്ധിക്കുക.
ടെൻസ് സ്റ്റഡീസ് നൗ ഓവർ. അടുത്ത ക്ലാസ് തൊട്ട് ഇത്രയും നമ്മളിപ്പോ പഠിച്ചതൊക്കെ ആക്റ്റീവിലാണ്. ഇനി ഇതേ ടെൻസുകൾ തന്നെ ഈ 12 ടെൻസും പാസീവിലും പഠിക്കണം. പാസീവില് ഇതെല്ലാം പഠിച്ചത് ആക്റ്റീവിലാണ്. ഇനി ഇതിന്റെ പാസീവ് സ്റ്റഡി ഉണ്ടാവും 12 ടെൻസിന്റെ. അതുകൂടി കഴിയുമ്പോഴേ ഒന്നും കൂടി നിങ്ങൾക്ക് ഒരു ബോധം വരും. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞതിലേക്ക് ചിലപ്പോ വിപരീതങ്ങൾ പറയും. അതായത് പറഞ്ഞത് ഇതിങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അങ്ങനെയൊക്കെ അല്ല എന്ന് ചിലപ്പോൾ പറയും. അത് അടുത്ത പഠനത്തില് അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും. ഇന്ന് ഹോംവർക്ക് എഴുതിക്കോ. ടൈം ഈസ് ഓവർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഔട്ട് ഓഫ് വിച്ച്, ഈ 12 ടെൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മാത്രമല്ല ചില കുട്ടികൾക്ക് ക്ലാസ്സിൽ ചോദിക്കാൻ മടിയുള്ളവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സാധാരണ കുട്ടികൾ പേഴ്സണലിയും ചോദിക്കാറുണ്ട്. പേഴ്സണലി നിങ്ങൾക്ക് എന്റെ നമ്പർ നിങ്ങൾ എന്റെ ആപ്പിൽ കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇല്ലെങ്കിൽ 9387801833 ഇതില് നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു മടി മേടിക്കേണ്ട. ഞാൻ ഏതൊരാൾക്കും എപ്പോഴും, പക്ഷെ ചിലപ്പോൾ ഞാൻ ബിസി ആണെങ്കിൽ റിപ്ലൈ തരും. ഒരു ദിവസം വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പേ റിപ്ലൈ കൊടുക്കാനെല്ലാം കൊടുത്തിട്ടേ കൊടുക്കുള്ളൂ. അത് ചിലപ്പോൾ ഡിലേ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ക്ലാസ്സിൽ ആണെങ്കിൽ നമ്പർ ഇതാണ് കുട്ടാ. 9387801833 9387801833. അപ്പൊ അതില് നിങ്ങൾക്ക് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ റൈറ്റ് ഫ്രം. ഇത്രയും ടെൻസ് പഠിച്ചില്ലേ? അപ്പൊ അതിന്റെ ഒക്കെ വെർബ് പാറ്റേൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ ഇടാൻ പറ്റും. കുറച്ചുകൂടി പഠിക്കാണ്ട് കഴിയുമ്പോ പറഞ്ഞു തരും. കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷ് കഴിയുമ്പോ നിങ്ങൾക്ക് അത് തറക്കിട്ടുള്ളൂ. ഇപ്പൊ പഠിപ്പിച്ചിട്ട് ഒന്നുകൂടി നോക്കാം. ഇനി വർക്ക് പാറ്റേൺ വേണമെങ്കിൽ നീ തന്നെ ഇത് എടുത്തിട്ട് പെറുക്കി ഓരോന്ന് എഴുതിക്കോ. ഇനി അത് വൃത്തിയിൽ എഴുതാൻ പറ്റുന്നതോടെ എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇട്ടാല് വരി. ഫാത്തിമത്തുലിനൊക്കെ പറ്റും. ഒക്കെ വർക്ക് പാറ്റേൺ ഒക്കെ ഒന്ന് എഴുതിയിട്ട് പറ്റുന്നവർക്ക് ഒരു സഹായം ചെയ്ത് കൊടുക്കും. ഓരോ ടെൻസിന്റെയും വർക്ക് പാറ്റേൺ ഏതാണ് മാത്രം എഴുതിയിട്ട് എക്സാമ്പിൾ ഒന്നും എഴുതണ്ട. വർക്ക് പാറ്റേൺ മാത്രം എഴുതിട്ട് നമ്മളെ ഗ്രൂപ്പിൽ ഏതാണെന്ന് കൂടി കൂടുതൽ എഴുതണം കേട്ടോ. അതായത് ടെൻസ് ഏതാന്ന് എഴുതിക്കോണം കേട്ടോ. ഏത് ടെൻസിന്റെ അതിന്റെ വർക്ക് പാറ്റേൺ മാത്രം അതൊന്ന് എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇട്. ഫാത്തിമത്തുൽ എന്നെ ഞാൻ ലീഡർ ആക്കി വെച്ചിരിക്കുന്നു, കുഴപ്പമില്ല തോന്നിയിട്ട്. അപ്പൊ അതില് നിങ്ങടെ ആരും പറയാൻ പറ്റില്ല. ചിലപ്പോ അങ്ങനെയൊക്കെ ചില പിരാന്ത് പറയും ഞാൻ. അതുകൊണ്ട് അതെനിക്ക് നിങ്ങൾ പെർഫെക്റ്റ് ആണ് തോന്നുന്ന ആളെ ഞാൻ വെക്കുള്ളൂ. അപ്പം അതില് മറുപടി കൊടുക്കും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ പരസ്പരം അങ്ങോട്ട് ഷെയർ ചെയ്ത്, നിങ്ങളൊക്കെ ടീച്ചർമാരല്ലേ, അറിയില്ലെങ്കിൽ അങ്ങോട്ട് ചോദിക്കുകയും. അപ്പോ ഒരു കുട്ടിക്ക് അറിയണമെങ്കിൽ അറിയില്ലെങ്കിൽ എന്നിട്ട് ഇല്ലെങ്കിലും എന്റെ അടുത്ത് ചോദിക്കുകയും അതിന് പഠിക്കണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഞങ്ങളെല്ലാം ഷെയർ ചെയ്യലുണ്ട്. ഷെയർ ചെയ്യുന്നു, എല്ലാം ഷെയർ ചെയ്യുന്നു. അപ്പൊ എത്രയോ പിള്ളേര് ഡൗട്ടുകളൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മള് ചോദിക്കുന്ന വോയിസ് മെസ്സേജ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ബിസി ഒക്കെ ആയിന്ന് വരും. കാരണം 7:30 തുടങ്ങും. അപ്പൊ വൈകുന്നേരം 7:30 അപ് ടു 11:30 11:30 വരെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. അപ്പൊ ഒന്നും പഠിക്കണ്ട. ഐ വിൽ ബി ആൻസറബിൾ അറ്റ് ഓൾ ടൈം. പിന്നെ മിക്കവാറും അപ്പൊ തന്നെ ആൻസർ കിട്ടും. അതല്ലെങ്കിൽ തിരക്കാണെങ്കിൽ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ. കാരണം അപ്പൊ പിന്നെ അത് ഫീഡ്ബാക്ക് തന്നിട്ടേ ഒരു കുട്ടിയാണെങ്കിലും നമ്മൾ മറക്കും. അതിപ്പോ നമ്മൾ എടുക്കുന്ന വിഷയം എന്നല്ല, ഏത് ഡൗട്ടും ആൻസറബിൾ ആണ്. സൈക്കോളജിയോ ഫിലോസഫിയോ ഏത് വേണമെങ്കിലും യു ക്യാൻ ആസ്ക് ഡൗട്ട്. അപ്പം അതാണ്. അപ്പൊ ഹോംവർക്ക് എഴുതണ്ടേ? വേണം. ഹോംവർക്ക് തന്നില്ലല്ലോ. അപ്പൊ അതൊന്ന് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടോളൂ കേട്ടോ. ആദ്യം എഴുതിയിട്ട് എനിക്കൊന്ന് റൈറ്റ് ആണോ ചോദിക്കണം, എന്നിട്ട് ഇടാവും ഗ്രൂപ്പിൽ. എക്സാമ്പിൾ അല്ല ഹോംവർക്ക്. എത്ര ടെൻസാ പഠിച്ചു? 3. ഒന്ന്, നായകൾ കുരയ്ക്കുന്നുണ്ടായിരിക്കും. നായകൾ കുരയ്ക്കുന്നുണ്ടായിരിക്കും.
കുരയ്ക്കുന്നുണ്ടായിരിക്കും. അവർ 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 കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. അവർ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. കുട്ടികൾ ഓടുന്നുണ്ടായിരിക്കും. കുട്ടികൾ ഓടുന്നുണ്ടായിരിക്കും. അടുത്ത അവൻ പരീക്ഷയിൽ പാസ്സായിട്ടുണ്ടായിരിക്കും. പരീക്ഷയിൽ പാസ്സായിട്ടുണ്ടായിരിക്കും. ടെൻസ് മാറിയേ. അവൻ പരീക്ഷയിൽ പാസ്സായിട്ടുണ്ടായിരിക്കും. അവൾ അവൾ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരിക്കും. അവൾ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരിക്കും. വരച്ചിട്ടുണ്ടായിരിക്കും. ടീച്ചർ ഹിന്ദി ടീച്ചർ ഹിന്ദി പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. ടീച്ചർ ഹിന്ദി പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പാർട്ടിൽ വരുന്ന ഭാഗങ്ങൾ ഒന്ന് ഈ ടെൻസുകളുടെ ഒക്കെ പാസിറ്റീവ് ഫോം പഠിക്കാണ്ട്. അത് കഴിഞ്ഞാൽ റിപ്പോർട്ടഡ് സ്പീച്ച്, അതും കൂടി അത്ര കഴിഞ്ഞാൽ ബേസിക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഗ്രാമർ പോർഷൻ ആവും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇംഗ്ലീഷിനെ കുറിച്ച്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടെക്സ്ച്വലിലേക്ക് പോകും. ടെക്സ്റ്റ് പാടെടുക്കുന്ന ഭാഗത്തിലേക്ക് പോകും. പിന്നെ സമയമുള്ളതിനനുസരിച്ച് ബാക്കി അഡ്വാൻസ് ഗ്രാമറിലൊക്കെ സമയം ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. നമ്മൾ ഒരു വർഷത്തിന്റെ പാക്കേജിൽ പോകുന്നത് അങ്ങനെയാണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പ്ലസ് നിങ്ങളുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ നിങ്ങൾക്ക് പഠിക്കാനും. അത് നിങ്ങൾക്ക് കിട്ടിയില്ലേ? കുറച്ച് പേർക്കൊക്കെ കിട്ടി. അത് ഇത് കഴിഞ്ഞിട്ടേ എടുക്കുള്ളൂ കമ്മ്യൂണിക്കേറ്റ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ടീച്ചർമാരായി കഴിഞ്ഞ് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അത്യാവശ്യം ഒരു ബേസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ വേണം, എക്സ്പ്രസ് ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ. അപ്പൊ അതാണ് വളരെ പ്രാധാന്യം. അപ്പൊ ചിലപ്പോൾ ഇവിടെ ഇന്റർവ്യൂക്കൊക്കെ പോകുമ്പോൾ അവരെന്തേ ചെക്ക് യുവർ നോളേജ്, അതിലേക്കാണ് ഇപ്പൊ എടുക്കുന്നതൊക്കെ. പിന്നെ പരീക്ഷയ്ക്കും കുറച്ച് മാർക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ നിന്നുണ്ടാവും. അപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ബാങ്ക് തന്നെയാണ് ഇടുക. അപ്പൊ അതുകൊണ്ട് എവിടെയാണോ സ്ട്രെസ് വെച്ചാൽ അതിനനുസരിച്ച് പഠിക്കുക. നമ്മളെല്ലാം പഠിച്ചിരിക്കണം. നമ്മുടെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ ഉണ്ടായിരിക്കണം തൊടുക്കാൻ. അപ്പൊ അത് നേടിയെടുക്കുക. എല്ലാവരും എഫേർട്ട് എടുക്കുക, കുറച്ചൊക്കെ പഠിക്കാൻ. ഇനി ഇതൊക്കെ നമ്മൾ പരീക്ഷാ പർപ്പസിന് വേണ്ടി മാത്രമൊന്നുമല്ല. ആസ് ലോങ് ആസ് വി യൂസ് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നിടത്തോളം കാലം അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഇനി നിങ്ങളെ മക്കൾക്കൊക്കെ അറിയാത്തവരാവും അധികം ഒക്കെ പഠിപ്പിക്കുക. അപ്പൊ ഒരു കുട്ടി പറഞ്ഞില്ലേ ഞങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളെ മക്കളെ ഇപ്പൊ തന്നെ പഠിപ്പിച്ചു തുടങ്ങുക. ഇപ്പൊ ടെൻസും കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് അല്ലേ, അപ്പൊ കുട്ടികളൊക്കെ പഠിപ്പിക്കുക. അപ്പൊ പഠിപ്പിക്കുമ്പോ ഒരു പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. Okay, if you have any doubt now, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. എന്താ സഫൂറ? അല്ലേ, ബെല്ലടിച്ചു. ബെൽ റാങ്, ബെല്ലടിച്ചു. എന്തിനുള്ള ഭക്ഷണം വിളമ്പാനുള്ള ബെല്ലടിച്ചു. ബെല്ലീസ്. അപ്പം പാത്രം എടുത്ത് പോകണ്ട. Otherwise won't get food.
Okay, good night to all of you. Thank you, sir. Thank you, sir. Thank you, sir. Good night. Thank you, sir.